ദൈവത്തിൻ്റെ പ്ലാനിൽ ഇസ്രയേലിനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ദൈവം സഭയെയാണോ സ്ഥാപിച്ചിരിക്കുന്നത്? ഇസ്രയേലിനെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞുവോ? ഇസ്രയേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറ്റേതെങ്കിലും ഒരു ജാതി, ഒരു രാഷ്ട്രത്തെ പോലെ മാത്രമാണോ? എന്താണ് റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ അപകടം? അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഈ ഒരു സന്ദേശത്തെ ഞാൻ 6 പ്രധാനപ്പെട്ട സെക്ഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയുടെ എല്ലാം ചാപ്റ്റേഴ്സായിട്ട് തന്നെ നമ്മൾ ഡിവിഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് വീണ്ടും കാണുമ്പോൾ അതാത് ചാപ്റ്റേഴ്സിലേക്ക് തന്നെ നിങ്ങൾക്കത് സ്വിച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി, എന്താണ് റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ ചരിത്രപരമായിട്ടുള്ള ഉത്ഭവം, എങ്ങനെയാണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത്, എന്താണ് ആ ദുരുപദേശത്തിൻ്റെ ഭവിഷ്യത്ത്, എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, പിന്നെ ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില ഇഷ്യൂസും. അപ്പോൾ ഒന്നാമത്, എന്താണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി? അതിനെ മറ്റ് ചില പേരുകളിലൂടെ വിളിക്കും. സൂപ്പർ സെഷനിസം, ഫുൾഫിൽമെൻറ്റ് തിയോളജി എന്നൊക്കെ അതിനെ വിളിക്കും. റീപ്ലേസ്മെൻറ്റ് തിയോളജി പറയുന്നത് ഒരിക്കൽ പുതിയ നിയമസഭ ഉണ്ടായ ആ നിമിഷം മുതൽ യഹൂദജനം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന ആ ഒരു പദവി അവർക്ക് നഷ്ടപ്പെട്ടു. യഹൂദജനം അല്ലെ യഹൂദർ മറ്റേതെങ്കിലും ഒരു പീപ്പിൾ ഗ്രൂപ്പ്, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തെ പോലെ മാത്രമുള്ള ഒരു കൂട്ടരാണെന്നും അവർക്ക് ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന ആ പദവി ഇനി ഇല്ല എന്നും യഹൂദരെ മാറ്റി നിർത്തിയിട്ട് ദൈവം ഇപ്പോൾ ക്രിസ്തീയ സഭയെയാണ് യഹൂദർക്ക് പകരം, ഇസ്രയേലിന് പകരം സ്ഥാപിച്ചതെന്നും ബിബ്ലിക്കൽ ജുഡായിസം, യഹൂദ മതത്തിൻ്റെ നിവൃത്തീകരണമാണ് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, മാനസാന്തരവും യേശുവിലൂടെയുള്ള വിശ്വാസവും ഇല്ല എങ്കിൽ യഹൂദ ജനത്തിന് ഇനി ഒരു ഭാവിയില്ല, ഒരു പ്രത്യാശയില്ല എന്നെല്ലാമാണ് അവർ പറയുന്നത്. ഇനി 2, എന്താണ് റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ ചരിത്രപരമായിട്ടുള്ള ഉത്ഭവം? റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ആശയം ആദിമസഭ മുതലേ ഉണ്ട്. ഉദാഹരണത്തിന് റോമർക്കെഴുതിയ ലേഖനം 11-ന്റെ വാക്യത്തിൽ പൗലോസ് എഴുതുകയാണ്, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരിക്കലുമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അന്നും ആ ഒരു ദുരുപദേശത്തിൻ്റെ ധ്വനികൾ കേട്ടു തുടങ്ങിക്കഴിഞ്ഞു. ആദിമസഭയിലെ ചില വിശ്വാസികൾ വിചാരിച്ചിരുന്നത് ദൈവം ഇസ്രയേൽ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന ആ യഹൂദ ജനം, അവരുമായിട്ടുള്ള പദ്ധതിയെല്ലാം ദൈവം അവസാനിപ്പിച്ചുവെന്ന്. AD 70 യഹൂദ ജനം ലോകമെമ്പാടും നാനാ ദിക്കിലേക്കും ചിതറിപ്പിക്കപ്പെട്ടപ്പോൾ റോമാക്കാർ യഹൂദരെ യഹൂദ്യയിലേക്ക് പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു ബാൻ 135 AD കൂടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിചാരമുണ്ടായി, യഹൂദ ജനത്തെ ദൈവം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു. കാരണം യഹൂദജനം യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചില്ല. ബൈ ദ വേ, എന്തുകൊണ്ടാണ് യഹൂദജനം യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കാഞ്ഞത്? 6 കാരണങ്ങൾ അടങ്ങിയ സന്ദേശം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഈ ചാനൽ ലഭ്യമാണ്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ കാണണം. അപ്പോൾ യഹൂദർ യേശുവിനെ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് ദൈവം എന്നേക്കും യഹൂദരെയും തള്ളിക്കളഞ്ഞു എന്നാണ് റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ ആ ആശയം ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ചത്. പിന്നീട് പല സഭാപിതാക്കന്മാർ ഇപ്രകാരമുള്ള ഒരു ആൻറ്റി സെമിറ്റിക് പെർസ്പെക്റ്റീവ്, യഹൂദരോടുള്ള ആ ഒരു വെറുപ്പ് എൻകറേജ് ചെയ്ത വിധത്തിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവരുടേത്. ഞാൻ ചിലരെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അവരിൽ ആരെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് വീക്ഷിക്കാം. ഉദാഹരണത്തിന് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്ക്, പിന്നെ ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞത് ദൈവത്തിൻ്റെ ഉടമ്പടി ഇസ്രയേലുമായിട്ടുള്ളത് ഇനിയും നിലവിലില്ല. എന്നിട്ട് ചർച്ച് ഹാസ് റീപ്ലേസ്ഡ് ഇസ്രയേൽ, ഇസ്രയേലിനെ മാറ്റി നിർത്തിയിട്ട് സഭയാണ് ഇസ്രയേലിന് പകരമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് ഐറേനിയസ് പറഞ്ഞതുണ്ട്. ടെർട്ടൂലിയൻ പറഞ്ഞത് യഹൂദരാണ് ക്രിസ്തുവിൻ്റെ മരണത്തിന് കാരണക്കാർ, അവരെ ദൈവം അതുകൊണ്ട് തള്ളിക്കളഞ്ഞു, അതുകൊണ്ടാണ് അവർ ഇപ്രകാരം കഷ്ടമനുഭവിക്കുന്നത്. യുസേബിയസ് താൻ പറഞ്ഞത് സകലമാന ദൈവിക വാഗ്ദത്തങ്ങൾ സഭയ്ക്കുള്ളതാണെന്നും സകല ശാപങ്ങളും യഹൂദർക്കുള്ളതാണെന്നും,
താൻ ഇതും കൂടെ പറഞ്ഞു, സഭയാണ് യഥാർത്ഥ ഇസ്രയേലെന്ന്. പിന്നെ ഹില്ലറി ഓഫ് പോയിറ്റിയസ് പറഞ്ഞത്, യഹൂദർ എന്നേക്കും ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു കൂട്ടമാണെന്ന്. പിന്നെ ഗ്രിഗറി ഓഫ് നൈസ, അതായത് ബിഷപ്പ് ഓഫ് കപ്പഡോഷ്യ പറഞ്ഞത് ശ്രദ്ധിക്കണം. പിന്നെ അംബ്രോസ് എന്ന് പറയുന്ന സഭാപിതാവ് എന്താ പറഞ്ഞത്? യഹൂദർ സഭയുടെ ഭാഗം മാത്രമല്ല, താൻ ഇതും കൂടെ പറഞ്ഞു, ദൈവീക ന്യായവിധി യഹൂദരുടെ മേൽ നടപ്പിലാക്കുവാൻ സഭയാണ് അത് നടപ്പിലാക്കേണ്ടതെന്ന്. ജെറോം എന്ന് പറഞ്ഞ ചർച്ച് ഫാദർ പറഞ്ഞത് ശ്രദ്ധിച്ചോണം. പിന്നെ അഗസ്റ്റിൻ പറഞ്ഞത്, യഹൂദർ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്, മാത്രവുമല്ല ദൈവം അവരെ ഒരു ഉദാഹരണമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തെ തള്ളിക്കളയുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി എങ്ങനെ വരും എന്നുള്ളതിന് യഹൂദരെ ദൈവം ഒരു ഉദാഹരണമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ 325 AD കൗൺസിൽ ഓഫ് നൈസിയയിൽ ക്രിസ്ത്യാനികൾ ആരും യഹൂദരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. മാത്രവുമല്ല ആദ്യഫലത്തിൻ്റെ ആ ഒരു യഹൂദ ഉത്സവത്തിൻ്റെ ആ ദിവസത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ ദിവസത്തെ ഈസ്റ്ററിലേക്ക് മാറ്റി. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ ജൂയിഷ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡിസ്കണക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള നീക്കങ്ങളായിരുന്നു അന്ന് അവിടെ ഉത്തരവായത്. പിന്നെ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള സഭാപിതാവ് പറഞ്ഞത്, ക്രിസ്ത്യാനികൾ യഹൂദരുമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യണം. കാരണം അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായാൽ യഹൂദരെ ബാധിച്ചിരിക്കുന്ന അസുഖം ക്രിസ്ത്യൻസിനും വരുമെന്ന്. പിന്നെ മിഡിൽ ഏജസിലായിരുന്നു ഈ പാഷൻ പ്ലേസ്, അതായത് ക്രൂശ് മരണത്തെയൊക്കെ ആക്ട് ഔട്ട് ചെയ്യുന്ന ഡ്രാമകളിലൂടെയല്ലേ യഹൂദരോടുള്ള ആ വൈരുദ്ധ്യം എൻകറേജ് ചെയ്യുന്ന വിധത്തിലായിരുന്നു അവർ ചെയ്തത്. പിന്നെ സ്പാനിഷ് ഇൻക്വിസിഷനിൽ കത്തോലിക്ക സഭ ചെയ്തത് എന്താ? 1478 മാർപ്പാപ്പയായിരുന്ന സിക്സ്റ്റസ് നാലാമൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്പാനിഷ് അധികൃതരായ ഫെർഡിനാൻഡിനും ഇസബെല്ലയ്ക്കും കൈമാറി. അവർക്ക് അധികാരം കൊടുത്തത് സ്പെയിനിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ. അങ്ങനെ ആ സ്പാനിഷ് ഇൻക്വിസിഷനിൽ, കത്തോലിക്ക സഭ നടത്തിയ സ്പാനിഷ് ഇൻക്വിസിഷനിൽ ആയിരക്കണക്കിന് യഹൂദരെയാണ് കൊന്നൊടുക്കിയത്. പിന്നീട് 1492 സ്പെയിനിൽ നിന്ന് സകല യഹൂദരെയും ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇറക്കി. അങ്ങനെ 1,60,000 പരം യഹൂദരെ സ്പെയിനിൽ നിന്നും പുറത്താക്കി. ഇതിനെല്ലാം കത്തോലിക്ക സഭ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും. പിന്നീട് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ റീഫോർമേഷൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അദ്ദേഹം യഹൂദരെ വിളിച്ചത് മിസറബിൾ ആൻഡ് അക്കേഴ്സ്ഡ് പീപ്പിൾ, ശപിക്കപ്പെട്ട ഒരു ജനം, സ്റ്റുപ്പിഡ് ഫൂൾസ്, ബ്ലൈൻഡ്, സെൻസ്ലെസ്, കണ്ണ് കാണാൻ വയ്യാത്തവർ, വിവരമില്ലാത്തവർ, കള്ളന്മാർ, മടിയരായിട്ടുള്ളവർ എന്നൊക്കെയായിരുന്നു മാർട്ടിൻ ലൂതർ യഹൂദരെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് യഹൂദ ജനം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നുപോയി, അതുകൊണ്ടാണ് ദൈവം അവരെ ഇത്രയും അധികം ശിക്ഷിക്കുന്നത് എന്നായിരുന്നു തൻ്റെ നിലപാട്. പിന്നെ 1924 അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സമയം ആയപ്പോൾ ഹിറ്റ്ലർ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ഒരു മീറ്റിങ്ങിൽ താൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രകാരം ഞാൻ പ്രവർത്തിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ക്രിസ്ത്യൻസ് ഏറ്റെടുക്കേണ്ടത്. അത് യഹൂദർക്ക് വിരുദ്ധമായി നിൽക്കുകയും യഹൂദരെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുകയും വേണമെന്ന്. എന്നിട്ടാണ് ഹിറ്റ്ലറിൻ്റെ കീഴിൽ നടത്തിയ ആ ഫൈനൽ സൊല്യൂഷൻ ഹോളോകോസ്റ്റ്. നമുക്കറിയാം 6 മില്യണിൽ പരം യഹൂദരെയാണ് ആ ഹോളോകോസ്റ്റിൽ കൊന്നൊടുക്കിയത്. അപ്പോൾ ഇതായിരുന്നു റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ ചരിത്രപരമായിട്ടുള്ള ആ സ്പിരിറ്റ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം എഫക്റ്റായിരുന്നു 20ാം നൂറ്റാണ്ടിൽ നാം കണ്ട ഹോളോകോസ്റ്റ് പോലും. ഇനി മൂന്നാമത്, എങ്ങനെയാണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ആശയത്തെ സ്ഥാപിക്കുവാൻ നോക്കുന്നത്? AD 70 മുതൽ സഭയ്ക്ക് ഇസ്രയേലിനെ പറ്റി യാതൊരു വിധത്തിലും കൺസേൺഡ് ആയിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇസ്രയേൽ ലോകമെമ്പാടും പല ദിക്കിലേക്കും ചിതറിപ്പോയല്ലോ. പക്ഷേ 1948 ഇസ്രയേൽ ഒരു രാഷ്ട്രമായി വീണ്ടും ജനിക്കുകയാണ്. ബൈബിൾ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായി തന്നെ ഇസ്രയേൽ വീണ്ടും ഈ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമായി ഉണ്ടാകുകയാണ്. യെശയ്യാവ് 66:8 നിവർത്തിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ആ സമയം മുതൽ സഭ എങ്ങനെയാണ് നാഷണൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തെ ഡീൽ ചെയ്യുന്നത്? അപ്പോൾ പിന്നെ ചില വാക്യങ്ങളൊക്കെ അവർ എടുക്കേണ്ടി വന്നു അത് സ്ഥാപിക്കുവാൻ.
ഉദാഹരണത്തിന് യെരമ്യാവ് 3:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ. പിന്നീട് ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണപത്രം കൊടുത്തത് എന്നൊക്കെ ദൈവം പറയുന്ന ആ വാക്യങ്ങളൊക്കെ എടുത്തവർ സ്ഥാപിക്കുവാൻ ശ്രമിക്കും. പിന്നീട് മത്തായി 21:43 യേശു പറഞ്ഞത്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 23:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞത്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നീട് റോമർ 2:28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ആഗമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അപ്പോൾ ഇപ്രകാരമുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് ദൈവം ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞുവെന്നും പകരം ദൈവസഭയെ, യേശുവിൻ്റെ സഭയെ ഇസ്രയേലിന് പകരമായി സ്ഥാപിച്ചുവെന്നും അവർ സ്ഥാപിക്കുവാൻ ശ്രമിക്കും. ഇനി 4, ഈ ദുരുപദേശത്തിൻ്റെ ഭവിഷ്യത്ത്, റിസൾട്ട് എന്താണ്? യഹൂദർക്കെതിരെയും ഇസ്രയേലിനെതിരെയും സഭ അഹങ്കരിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്ലാനിൽ ഇസ്രയേലിനുള്ള പങ്കിനെ അവഗണിക്കും. എബ്രായ തിരുവെഴുത്തുകൾ, അതായത് പഴയ നിയമത്തിൻ്റെ പ്രാധാന്യത്തെയൊക്കെ കുറച്ച് കാണും. ഇസ്രയേലുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ പ്രവചന തിരുവെഴുത്തുകളെ എല്ലാം മാറ്റിയിട്ട് അവയെല്ലാം സഭയുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വരുത്തി തീർക്കുവാൻ ശ്രമിക്കും. അങ്ങനെയാണ് ആമില്ലേനിയലിസം, അതായത് യേശുവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള 1000 ആണ്ട് വാഴ്ച യെരുശലേമിനെ ക്യാപിറ്റലാക്കി നിർത്തിക്കൊണ്ട് ഈ ലോകത്തെ 1000 വർഷം ഭരിക്കുന്ന യേശുവിൻ്റെ ഭരണം ഇല്ല എന്നുള്ള രീതിയിൽ കൂടെ വരുത്തി തീർക്കും. എന്നിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭവിഷ്യത്തായിരുന്നു സ്ട്രോങ് ആൻറ്റിസെമിറ്റിസം. യഹൂദരോടുള്ള ആ ശക്തമായ വെറുപ്പ് ഈവൻ സഭയ്ക്കകത്തു പോലും ഉടലെടുത്ത് അത് വളരുന്ന വിധത്തിലാക്കി തീർത്തു. ഇനി 5ാമത്തെ സെക്ഷനാണ്, എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. 1ാമത്തെ കാര്യം, ദൈവം എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം എബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്യുകയാണ്. യഹോവ എബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു കാര്യവും നിർത്തി പറയാം, ഇസ്രായേലിനെ ഇന്നും അനുഗ്രഹിച്ചാൽ യഥാർത്ഥ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും. പക്ഷേ ഇസ്രായേലിനെ ശപിക്കുകയോ അല്ലെ ഇസ്രായേലിൻ്റെ നാശത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പറയുന്ന വ്യക്തി, പ്രവർത്തിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ ശാപത്തിൻ കീഴിൽ വരും. ഇനി 2ാമത്തെ കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നത് ദേശത്തിൻ്റെ ഉടമ്പടി. ഉൽപ്പത്തി 13:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ലോത്ത് എബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. പിന്നീട് 17ാമത്തെ അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. പിന്നെ 1 ദിനവൃത്താന്തം 16:15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ വചനം 1000 തലമുറയോളവും അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. അവൻ യാക്കോബിനൊരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു. അപ്പം എന്നേക്കും ദൈവം ഒരു ദേശത്തിൻ്റെ ഉടമ്പടി, ഒരു ലാൻഡ് കവനന്റ് എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ സന്തതികളുമായിട്ട് ദൈവം ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ മറ്റൊരു സന്ദേശത്തിൽ എന്താണ് ഈ ദേശത്തിൻ്റെ ഉടമ്പടി, ലാൻഡ് കവനന്റ്, ഇസ്രായേലിൻ്റെ യഥാർത്ഥ അതിർത്തികൾ,
എന്തുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയുടെ ആവശ്യം, യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ ആവശ്യം, അതെല്ലാം ഞാൻ ആ ലാൻഡ് കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശത്തിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ കാണുക. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസോടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള ബൈബിൾ സ്റ്റഡീസ്, ചോദ്യോത്തര സെഷനുകൾ, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത ബൈബിൾ പഠിപ്പിക്കുന്നത് ദാവീദുമായിട്ടുള്ള ഉടമ്പടി, ദ ഡേവിഡിക് കവനന്റ്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നത് ശ്രദ്ധിക്കണം. 2 ശമൂവേൽ 7:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാൻ അവൻ്റെ രാജത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. കണ്ടോ, എന്നേക്കും എന്ന് ദൈവമാണ് പല ഘട്ടങ്ങളിലായി ശാശ്വതമായി എന്നേക്കും എന്നെല്ലാം ആവർത്തിച്ച് പറയുന്നു. പിന്നീട് യെശയ്യാവ് 9:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പറ്റിയുള്ള പ്രവചനത്തിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചേ. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. യേശുവിൻ്റെ ഭരണത്തെപ്പറ്റി പറയുക. പിന്നീട് ലൂക്കോസ് 1:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഗബ്രിയേൽ മാലാഖ മറിയയ്ക്ക് കൊടുത്ത ദൈവീക ദൂത് ശ്രദ്ധിക്കണം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തിയോളജി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പറയുന്ന പ്രകാരം ഇസ്രയേലിന് ഇനി ഒരു ഭാവി ഇല്ല എങ്കിൽ ഇപ്പോൾ നാം ഈ കേട്ട പ്രവചനം, അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ യേശു ഇരുന്ന് വാഴും എന്ന് പറയുന്ന ആ പ്രവചനം ഇതുവരെ നിവൃത്തിയായിട്ടുമില്ല, ഇനി അങ്ങോട്ടും നിവൃത്തിയാകത്തില്ലല്ലോ. അപ്പോൾ അതല്ല ശരി. ഞാൻ ആ ലാൻഡ് കവനൻ, ദേശത്തിൻ്റെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മെസ്സേജിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം ഗബ്രിയേലിലൂടെ മറിയയ്ക്ക് കൊടുത്ത ആ പ്രവചനദൂത്, അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ യേശു കർത്താവ് ഇരുന്ന് വാഴുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്താണ് യേശു വാഴുവാൻ പോകുന്നത്. അതെല്ലാം ആ സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. അപ്പോൾ എബ്രഹാമിന് കൊടുത്ത ആ ഉടമ്പടി, ഉൽപ്പത്തി 15 നമ്മൾ കാണുന്ന ഉടമ്പടി, തിരുവെഴുത്തിലുടനീളം ആ തീം നമുക്ക് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം. ലാൻഡ്, ലീനിയേജ്, ലോഡ്. അതായത് ലാൻഡ്, ദേശം. ദൈവം ഈ ഭൂമിയിലെ ഒരു പീസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് കൈമാറി. 2, ലീനിയേജ് അല്ലെങ്കിൽ തലമുറ. എബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിലൂടെയായിരിക്കും ഒരു രാഷ്ട്രം, ഒരു ജനതയായ ഇസ്രായേൽ ഉണ്ടാകുന്നത്. എന്നിട്ട് ലോഡ്, അതായത് കർത്താവ്. ആ ദേശത്തിൽ നിന്ന്, ആ ജനതയിൽ നിന്ന്, അതായത് എബ്രഹാം, ഇസാക്ക്, യാക്കോബിൻ്റെ തലമുറയിൽ നിന്നാണ് വരുവാൻ പോകുന്ന മശിഹയായ യേശു കർത്താവും വരുന്നത്. അങ്ങനെ തന്നെയാണ് വന്നതും. അതുകൊണ്ടാണ് ലാൻഡ്, ലീനിയേജ്, ലോഡ് എന്ന് പറയുന്ന ആ തീം നമുക്ക് തിരുവെഴുത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ ഭാഗത്തിലുള്ളതാണ് 4-ാമത്തെ കാര്യം. തിരുവെഴുത്തിൽ വീണ്ടും വീണ്ടും ഉറപ്പുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. യെരമ്യാവ് 31:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും, അങ്ങനെ പറഞ്ഞിട്ട് പറയുക, ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എൻ്റെ മുമ്പിൽ ഒരു ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നീടും 33-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീദിന് അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം എൻ്റെ നിയമവും ദുർബലമായി വരാം. അപ്പോൾ ദൈവം പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പറഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നിടത്തോളം കാലം
ഇസ്രയേൽ എന്ന ആ രാഷ്ട്രം ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രയേലിനെ വെറുക്കുന്നവർ, ഉദാഹരണത്തിന് ഇപ്പം റഷ്യയെ സപ്പോർട്ട് ചെയ്തും ഇറാനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ ഇറാൻ്റെ പകരക്കാരൊക്കെ ഇസ്രയേലിനെ തോപ്പിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന് പറയുന്നവർ, നിങ്ങൾ തന്നെ അപ്രകാരമുള്ളവരോട്, അതായത് റഷ്യയിലുള്ളവരോടോ അല്ലെങ്കിൽ ഇറാനിലുള്ളവരോടോ അല്ലെങ്കിൽ ഇറാൻ്റെ പകരക്കാരോട് പറയണം, നിങ്ങളുടെ മിസൈലുകളൊക്കെ ഇസ്രയേലിലോട്ട് വിടാതെ നേരെ സൂര്യനിലോട്ടും ചന്ദ്രനിലോട്ടും ഒക്കെ വിടണം. കാരണം അവ ഇല്ലാതായെങ്കിൽ മാത്രമേ ഇസ്രയേൽ എന്ന ജനത, ഇസ്രയേൽ എന്ന രാഷ്ട്രം ഇല്ലാതാകുകയുള്ളൂ എന്ന് സർവശക്തനായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ സാരം, ഈ ഭൂമിയും ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇസ്രയേൽ എന്ന് പറഞ്ഞ ജനത, ആ രാഷ്ട്രം ഉണ്ടായിരിക്കും. പിന്നീടും അന്ത്യകാല പ്രവചനങ്ങൾ, അതിൽ യഹൂദജനം അവരുടെ ദേശത്തിലേക്ക് മടങ്ങി വരുന്നതും അവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ആ കാര്യങ്ങളും എല്ലാം തന്നെ ഈ കഴിഞ്ഞ 120 വർഷങ്ങളിലായി അവർ തിരിച്ചു വന്നതും അവരുടെ ആ ഒരു രാഷ്ട്രം വീണ്ടും ഉണ്ടായതും എല്ലാം നാം കണ്ടുവരികയാണ്. അതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായിട്ടാണ്. ചില പ്രവചന വേദഭാഗങ്ങളാണ് യെശയ്യാവ് 11:11 മുതൽ 12, 43 5, 6, 49 22, 23, 60 മുതൽ 11, യെരമ്യാവ് 16 14 മുതൽ 16, യെഹെസ്കേൽ പ്രവചന പുസ്തകം 36 അധ്യായം, 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി വേദഭാഗങ്ങൾ. വൈദവേ, നമ്മുടെ യെഹെസ്കേലിൻ്റെ ആ സ്റ്റഡി പരമ്പരയും നമ്മുടെ തന്നെ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് അതും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണണം. ആ ഒരു സ്റ്റഡി സീരീസിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഉൽപ്പത്തി 12 1 മുതൽ 3 വരെ ദൈവം എബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തെ വീണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം 105 പറയാണ് അത് എന്നേക്കുമായിട്ടുള്ള വാഗ്ദത്തമാണെന്ന്. പിന്നീട് യെശയ്യാവ് 61:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയാണ് ഇസ്രയേലുമായി അവിടുന്ന് ഒരു പുതിയ ഉടമ്പടി ചെയ്യുമെന്നും സകല രാഷ്ട്രങ്ങളും യഹൂദ ജനതയെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് എണ്ണുമെന്നും. പിന്നീടും ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം ഇസ്രയേലുമായി ഒരു പുതിയ ഉടമ്പടി ചെയ്യും. യെരമ്യാവ് 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ഇനി 5-ാമത്തെ ആ സെക്ഷനിൽ തന്നെ നിന്നുകൊണ്ടുള്ള ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ 5-ാമത്തെ കാര്യം, പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം 11:1-2 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്, ദൈവം ദത്തെടുത്തത് ആ അഡോപ്ഷൻ, മഹത്വം, ഉടമ്പടികൾ, നിയമത്തെ കൊടുത്തത്, ദൈവത്തെ സേവിക്കുന്ന ആ സേവനം, പിന്നെ വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം യഹൂദർക്ക് എന്തെല്ലാം ദൈവം വാഗ്ദത്തങ്ങളും അവകാശങ്ങളും കൊടുത്തുവോ അതൊന്നും നീങ്ങിപ്പോയിട്ടില്ല. അവരെ ആ പദ്ധതിയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. റോമർക്ക് ലേഖനം 9:4 നാം അത് വായിക്കുന്നു. പിന്നീട് റോമർ 11:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്നിട്ട് അവസാനം പൗലോസ് പറയുക, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. അവിടെ മലയാളത്തിൽ അനുദപിക്കുന്നില്ലല്ലോ എന്നാണ്, പക്ഷെ ഇംഗ്ലീഷിൽ ഇർറിവോക്കബിൾ, അതായത് ദൈവം കൊടുത്ത കൃപാവരങ്ങളും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയെ ഒന്നും പിന്നീട് ദൈവം വിഡ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എടുത്തു മാറ്റിക്കളയുന്നില്ല. ദൈവം നൽകിയാൽ അത് നൽകിയത് തന്നെയാണ്. പിന്നീടും അപ്പോസ്തലനായ പൗലോസ് സഭയെയും ഇസ്രായേലിനെയും വ്യത്യസ്തമായി വേർതിരിച്ച് തന്നെ താൻ പറയുന്നുണ്ട്. ഗലാത്യർ 6:16 പൗലോസ് പറയുന്നത്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ ഏവർക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും, അങ്ങനെ 2 തരത്തിലുള്ള ഒരു കൂട്ടത്തെക്കുറിച്ച്, അല്ലെ 2 പീപ്പിൾ ഗ്രൂപ്പിനെ കുറിച്ച് പൗലോസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നു. ഇനി 6-ാമത്തെ കാര്യമാണ് ചില പ്രാക്ടിക്കലായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ചിലർ ചോദിക്കും, ഗലാത്യർ 3:28 അവിടെ പറയുന്നത്, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഇവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ വലിപ്പച്ചെറുപ്പം അങ്ങനെ വ്യത്യാസമില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ ദാസനെന്നോ യജമാനനെന്നോ അല്ലെങ്കിൽ ആണും പെണ്ണുമെന്നോ
യവനനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, സകലരും ക്രിസ്തുവേശുവിൽ ഒന്നാണ്. അതായത് ഒരേ സ്റ്റേറ്റസ് ആണ് ക്രിസ്തുവേശുവിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ ഇസ്രായേലിനും ദൈവത്തിൻ്റെ സഭയ്ക്കും ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ്, വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യസ്തതയില്ല എന്നൊന്നും ആ വാക്യം പറയുന്നില്ല. പിന്നീട് അടുത്തൊരു വിഷയമാണ്, ചില വേദഭാഗങ്ങൾക്ക് ഒരു അർത്ഥവുമില്ലാതാകും. നമ്മൾ എവിടെയെല്ലാമാണോ ഇസ്രായേൽ എന്ന് വായിക്കുന്നത് അവിടെ ദൈവസഭയെന്ന് വായിച്ചാൽ, ഉദാഹരണത്തിന് റോമർ 10:1 നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ അവരെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ചാണ്, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവിടെ ഇസ്രായേലിന് പകരം സഭയെന്ന് പറഞ്ഞാൽ സഭയോട് എഴുതുകയാണ്, സഭ രക്ഷിക്കപ്പെടണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നത്. എന്തൊരു മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് സഭയ്ക്കുള്ള പാസേജും ഇസ്രായേലിനുള്ള വേദഭാഗവും രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഇനി മൂന്നാമത്തെ ഒരു വിഷയമാണ്, ഇപ്പോഴത്തെ ഈ ആധുനിക ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമോ. എങ്ങനെയാണ് ഇത്രയും അധികം പ്രതികൂലങ്ങളും പ്രതിസന്ധിയും യുദ്ധങ്ങളുടെയും എല്ലാം നടുവിൽ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള രീതിയിൽ തന്നെ ഇസ്രായേൽ അത്ഭുതകരമായിട്ട് നിലനിന്നത്? നമ്മളെങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ വീണ്ടും ഈ ഭൂമുഖത്തുണ്ടായതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതും ശ്രദ്ധിക്കണം, 1800-ൽ പരം വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ഈ ലോകത്തിൻ്റെ സ്റ്റേജിൽ തന്നെ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം ആബ്സെൻ്റ് ആയിരുന്നു. കാരണം അവർ ലോകത്തിൻ്റെ പല ദിശകളിലേക്കും ചെതറിപ്പോയിരുന്നു. എന്നിട്ടും അവർ തിരിച്ചു വന്നപ്പോൾ ഒരു രാഷ്ട്രമായി അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തി, അവരുടെ ഭാഷ നിലനിർത്തി, അവരുടെ കൾച്ചർ, അവരുടെ റിലീജിയസ് കസ്റ്റംസ് എല്ലാം തന്നെ നിലനിർത്തി, അവരുടെ ആ വ്യക്തിത്വത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ വീണ്ടും ഈ ഭൂമുഖത്തുണ്ടായതിനെ നാം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ദൈവത്തിന് അവരെക്കുറിച്ചൊരു പദ്ധതി ഇല്ല എങ്കിൽ നാം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? പിന്നീട് നാലാമതൊരു വിഷയമാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ സുരക്ഷ. ഇത് യേശുവിൽ വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, കാരണം ഇസ്രായേലിന് അനുസരണക്കേട്, ഇസ്രായേൽ മശിയെ അംഗീകരിക്കാഞ്ഞതുകൊണ്ട് ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം അവരോടുള്ള വാഗ്ദത്തങ്ങളൊന്നും ഇനി നിവർത്തിക്കത്തില്ല എങ്കിൽ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? നമ്മുടെ കൊച്ചു അനുസരണക്കേട് നിമിത്തം ദൈവം നമ്മളെയും തള്ളിക്കളയില്ല എന്നുള്ളത്, ദൈവം നമ്മളോടും പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുമെന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ്, ഫോൾസ് ടീച്ചിങ് ആണ്. ദൈവം കുറച്ച് നാളത്തേക്ക് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ പഴയ നിയമപ്രകാരമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഒന്ന് സൈഡിലോട്ടുള്ള രീതിയിൽ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവം തൻ്റെ സഭയിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുക. അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദാനിയേലിൻ്റെ ആ 70 ആഴ്ചവട്ടത്തിൻ്റെ ആ കാര്യം നമ്മൾ പഠിച്ചാൽ, ബൈ ദ വേ അതിനെപ്പറ്റിയും നമ്മൾ മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാനിയേലിൻ്റെ 69 ആഴ്ചകളുടെ ആ ടൈം പീരീഡിൻ്റെയും 70-ാമത്തെ ആഴ്ചയുടെ ആ ഒരു സമയത്തിൻ്റെയും ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത ഒരു ടൈം പീരീഡാണ് സഭായുഗം, ചർച്ച് ഏജ്. ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് യേശുവിൻ്റെ സഭയെക്കുറിച്ചും ഒരു പ്ലാനുണ്ട്. ആൻഡ് ദീസ് ടു മേർജ് ഇൻ ദി എക്കോണമി ഓഫ് ഗോഡ്. ഇവ രണ്ടും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ എക്കോണമിയിൽ ദൈവം ഒരു സമയം കൂട്ടിമുട്ടിപ്പിക്കും. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കാരണം അവരിൽ നിന്നാണ് നമുക്ക് തിരുവെഴുത്ത് ലഭിച്ചത്, അവരിൽ നിന്നാണ് യേശു കർത്താവായ മശിഹായെ നമുക്ക് ലഭിച്ചത്, അവരിൽ നിന്നാണ് ആദിമ സഭയും ഉണ്ടായത്. അതുകൊണ്ട് യഹൂദ ജനത്തിൻ്റെ ആത്മീക കണ്ണുകൾ തുറന്ന് അവർ ക്രിസ്തുവിനെ അവരുടെ മശിഹായായി അംഗീകരിക്കേണ്ടതിനായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അനേകർ യഹൂദരുടെ ഇടയിൽ നിന്ന് യേശുവിനെ മശിഹയെ അംഗീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിലുള്ള അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ പോലും അനേകർ യേശുവിനെ അവരുടെ രക്ഷിതാവായി അവർ അംഗീകരിച്ച് വരികയാണ്. സങ്കീർത്തനം 122:6 പറയുന്നത് പോലെ, യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ ഈ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ അവയെല്ലാം ഉറപ്പായിട്ടും കാണണം. ബൈബിൾ എന്താണ് പറയുന്നത് അത് നാം വിശ്വസിക്കണം.
അല്ലാതെ ഏതെങ്കിലും ഒരു സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമോ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. ബൈബിൾ എന്താണ് പറയുന്നത് അത് വിശ്വസിക്കണം. അതായിരിക്കണം നാം പഠിപ്പിക്കേണ്ടതും. അങ്ങനെ ചെയ്താൽ ഒട്ടനവധി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും തെറ്റായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഈ ഒരു ടീച്ചിങ് നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.